ദേവിന്റെ പേര് കേട്ടതും റയാന്റെ മുഖത്ത് വീണ്ടും നേരിയൊരു ഗൗരവം വന്നെങ്കിലും അവനത് പെട്ടെന്നൊതുക്കി. അവൻ സേഫാണ് മേഘ്ന. വേറൊരു ഹോസ്പിറ്റലിൽ അവന് പ്രവേശിപ്പിച്ചു. ബോൺ ഫ്രാക്ചർ ഒന്നുമില്ല, കുറച്ച് തുന്നലുകൾ മാത്രമാണുള്ളത്. അവൻ്റെ എല്ലാ മെഡിക്കൽ എക്സ്പെൻസും ഞാൻ തന്നെയാണ് നോക്കുന്നത്. പോലീസ് കേസ് ആവാതിരിക്കാൻ ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. നീ അതോർത്ത് വിഷമിക്കേണ്ട, റയാൻ ശാന്തമായി പറഞ്ഞു. എനിക്ക് നിന്നിൽ നിന്നും ഒരകലം വേണം റയാൻ. കുറച്ച് ദിവസത്തേക്ക് പ്ലീസ് എന്നെ ശല്യം ചെയ്യരുത്. എനിക്ക് ചിന്തിക്കാൻ സമയം വേണം. മേഘന മുഖം തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. റയാൻ പതുക്കെ എഴുന്നേറ്റു. അവളുടെ തീരുമാനം അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും കൂടുതൽ നിർബന്ധിച്ചാൽ കാര്യങ്ങൾ വഷളാകുമെന്ന് കരുതി അവൻ പതുക്കെ തലയാട്ടി. ശരി മേഘ്ന, നിന്റെ സമാധാനമാണ് എനിക്ക് പ്രധാനം. നീ ഡിസ്ചാർജായി വീട്ടിലേക്ക് പൊക്കോളൂ. ഞാൻ ഡ്രൈവറെ ഏൽപ്പിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ റയാന്റെ ശ്വാസം നീ മാത്രമാണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ പതുക്കെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം മേഘന തന്റെ ഫ്ലാറ്റിൽ തിരിച്ചെത്തി. കഫേ താൽക്കാലികമായി പൂട്ടിയിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം ഭയത്തിലാണ്. മേഘന ഫ്ലാറ്റിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നഗരം അതിന്റെ തിരക്കുകളിലാണ്. അവളുടെ ജീവിതം മാത്രം എവിടെയോ സ്തംഭിച്ചു പോയതുപോലെ. ആ സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അത് ദേവിന്റെ മെസ്സേജ് ആയിരുന്നു. ഞാനിപ്പോൾ ഫ്രീ ആണ് മേഘ്ന. നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണം. മേഘന ഒട്ടും ആലോചിച്ചില്ല. അവൾ ദേവ് പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറിയുള്ള ഒരു ചെറിയ പാർക്കിലായിരുന്നു അവർ കണ്ടുമുട്ടിയത്. ദേവിന്റെ ഇടത് കവിളിലും ചുണ്ടിലും പ്ലാസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. മേഘനയെ കണ്ടതും അവൻ പതുക്കെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും വേദന കാരണം ആ ചിരി പൂർണ്ണമായില്ല. അത് കണ്ടപ്പോൾ മേഘനയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. സോറി ദേവ്, എൻ്റെ കാരണം കൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നത്. അവൾ അവൻ്റെ അരികിലിരുന്ന് കൈകൾ കൂപ്പി. നീ എന്തിനാണ് മേഘ്ന എന്നോട് സോറി പറയുന്നത്? ഇതിൽ നിന്റെ യാതൊരു തെറ്റുമില്ല. ആ ഡോക്ടറുടെ സ്വഭാവം അതീവ അപകടകരമാണ്. നിന്റെ ഈ നെറ്റിയിലെ മുറിവ് ഇത് അവൻ തന്നതല്ലേ? ദേവ് അവളുടെ ബാൻഡേജിലേക്ക് നോക്കി ദയനീയമായി ചോദിച്ചു. മേഘന ഒന്നും മിണ്ടിയില്ല. അവളുടെ മൗനം ദേവിന് മറുപടിയായിരുന്നു. മേഘന, ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വന്നത് നിന്നെ തിരികെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനാണ്. പക്ഷേ നീ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്മാറാൻ തയ്യാറായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ നിന്നെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അവനൊരു സൈക്കോ പോലെയാണ് പെരുമാറുന്നത്. നീ ആ ജീവിതത്തിലേക്ക് പോയാൽ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അതേ അവസ്ഥയായിരിക്കും നിനക്കും വരിക. പ്ലീസ് മേഘന, ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരെ. ദേവ് അവളുടെ കൈകൾ പിടിച്ച് അപേക്ഷിച്ചു. ദേവിന്റെ വാക്കുകളിൽ സത്യമുണ്ടായിരുന്നു. അവൻ അവളോട് കാണിക്കുന്ന ആ നിസ്വാർത്ഥമായ സ്നേഹം മേഘനയെ വൈകാരികമായി തളർത്തി. ദേവ് പഴയതുപോലെ തന്നെയാണ്. അവൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരേയൊരു തണൽ മരം. അവർ സംസാരിച്ചിരിക്കുന്ന സമയം പാർക്കിന്റെ ദൂരെയുള്ള ഒരു മരത്തിന്റെ മറവിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഒരു കറുത്ത കാറിന് മുകളിൽ ചാരി നിന്ന് കൈകൾ കെട്ടി അവരെ തന്നെ നോക്കുന്ന റയാൻ. അവന്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, പകരം അറ്റമില്ലാത്ത നിരാശയും കനത്ത പ്രതികാര ചിന്തയുമായിരുന്നു. മേഘന തന്നോട് സമയം വേണമെന്ന് പറഞ്ഞത് ഈ ദേവിനെ കാണാൻ വേണ്ടിയാണോ എന്ന ചിന്ത അവൻ തലച്ചോറിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ പതുക്കെ കാറിനുള്ളിലേക്ക് കയറി. സ്റ്റിയറിംഗിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അവൻ പതുക്കെ പിറുപിറുത്തു. മേഘ്ന, നീ എൻ്റെ അതിരുകൾ ലംഘിക്കുകയാണ്. ഈ റയാൻ തോറ്റുകൊടുക്കാൻ പഠിച്ചിട്ടില്ല. അന്ന് രാത്രി മേഘന തൻ്റെ ഫ്ലാറ്റിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാറ്റിൻ്റെ കനത്ത ശബ്ദം കേട്ടാണ് ഉണർന്നത്. ഹാളിൻ്റെ വലിയ ഗ്ലാസ് വിൻഡോ വഴി കനത്ത മഴ പെയ്യുന്നത് അവൾ കണ്ടു. അവൾ പതുക്കെ എഴുന്നേറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പവർ കട്ടായിരുന്നു. മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അവൾ ഹാളിലേക്ക് നടന്നു. പെട്ടെന്നാണ് സോഫയിലിരിക്കുന്ന ആ കറുത്ത രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
മേഘ്ന ഭയത്തോടെ നിലവിളിക്കാൻ ആഞ്ഞതും ആ രൂപം പെട്ടെന്ന് വന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ശബ്ദം ഉണ്ടാക്കരുത് മേഘ്ന, ഇത് ഞാനാണ്, നിന്റെ റയാൻ. ആ കനത്ത ഇരുട്ടിൽ റയാന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്നും കനത്ത മദ്യത്തിന്റെ മണം പുറത്തു വരുന്നുണ്ടായിരുന്നു. റയാൻ മദ്യപിക്കാറില്ലായിരുന്നു, എന്നാൽ ഇന്നവൻ പൂർണ്ണമായും നിയന്ത്രണം വിട്ട നിലയിലായിരുന്നു. റയാൻ, വിട്, നീ ഇതിനകത്ത് കയറിയത്? മേഘ്ന അവന്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചു. എനിക്ക് നിന്റെ ഫ്ലാറ്റിന്റെ സ്പെയർ കീ സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നീ ഇന്ന് വൈകുന്നേരം പാർക്കിൽ വെച്ച് ആ ദേവിനോടൊപ്പം ഇരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിക്കാൻ സമയമില്ലാത്ത നിനക്ക് അവനോടൊപ്പം ഇരിക്കാൻ സമയമുണ്ടല്ലേ? റയാൻ അവളെ ചുമരിലേക്ക് ബലമായി ചേർത്ത് നിർത്തി. അവന്റെ കൈകൾ അവളെ കഴുത്തിനു ചുറ്റും പതുക്കെ മുറുകാൻ തുടങ്ങി. റയാൻ, എനിക്ക് ശ്വാസം മുട്ടുന്നു, വിട്. മേഘനയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. റയാൻ പതുക്കെ അവളുടെ മുഖത്തേക്ക് അടുത്തു. അവന്റെ കണ്ണുകളിൽ കടുത്ത കാമവും ഒപ്പം ക്രൂരതയും കലർന്നിരുന്നു. നീ എന്നെ വെറുക്കാൻ ശ്രമിക്കുകയാണല്ലേ മേഘ്ന? പക്ഷേ ഈ ശരീരം, നിന്റെ ഈ ശ്വാസം, അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുണ്ടുകളിലേക്ക് കടിച്ചമർന്നതുപോലെ ചുംബിച്ചു. അതൊരു പ്രണയമായിരുന്നില്ല, കടുത്ത ആക്രമണമായിരുന്നു. മേഘ്ന തന്റെ സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും റയാന്റെ ആൺകരത്തിന് മുന്നിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ അവളെ പതുക്കെ നിലത്തേക്ക് കിടത്തി. അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി. കനത്ത മഴയുടെയും ഇടിയുടെയും ശബ്ദത്തിൽ മേഘയുടെ കരച്ചിൽ ആ ഫ്ലാറ്റിനുള്ളിൽ ഒതുങ്ങിപ്പോയി. പ്രണയത്തിന്റെ പേരിൽ താൻ നേരിട്ട ആ വലിയ ആഘാതം മേഘ്നയെ മാനസികമായും പൂർണ്ണമായും തകർത്തു കളഞ്ഞു. നേരം പുലരുമ്പോൾ റയാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ബെഡ്ഷീറ്റിൽ ചോരപ്പാടുകളും കണ്ണീരുമായി കിടക്കുന്ന മേഘ്ന എന്ന പെൺകുട്ടിക്ക് മുന്നിൽ ഇനി 2 വഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ റയാന്റെ ക്രൂരതകൾക്ക് മുന്നിൽ കീഴടങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുക. അവൾ പതുക്കെ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കണ്ണാടിയിൽ കണ്ടത് തകർന്നടിഞ്ഞ ഒരു രൂപത്തെയായിരുന്നു. എന്നാൽ അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നില്ല, കനത്ത പ്രതികാരത്തിന്റെ ഒരു തീപ്പൊരി പടരുകയായിരുന്നു. ആ കറുത്ത രാത്രിയുടെ ഓർമ്മകൾ ഫ്ലാറ്റിന്റെ ചുമരുകളിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ജനാലയിലൂടെ അരച്ചെത്തിയ വെളിച്ചത്തിന് പോലും ഒരു തരം മടുപ്പുണ്ടായിരുന്നു. മേഘന കുളിമുറിയിലെ ഷവറിന് താഴെ മണിക്കൂറുകളോളം നിന്നു. റയാന്റെ പരുക്കൻ കൈകൾ പതിഞ്ഞ ചർമ്മത്തിലെ ഓരോ ഭാഗവും അവൾ സോപ്പ് തേച്ച് കഴുകിക്കൊണ്ടിരുന്നു. ശരീരം മുഴുവൻ നീറുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളേറെ നീറിയത് അവളുടെ മനസ്സായിരുന്നു. കുട്ടിക്കാലം മുതൽ അവൾ ഭയന്നത് ഇതായിരുന്നു. പ്രണയത്തിന്റെ പേരിൽ പുരുഷൻ കാണിക്കുന്ന ആക്രമണങ്ങളെ സ്നേഹക്കൂടുതൽ എന്ന് വിളിച്ച് ന്യായീകരിക്കുന്ന അമ്മയുടെ അവസ്ഥ. ഇല്ല, ഞാൻ എൻ്റെ അമ്മയാകില്ല. കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബത്തിലേക്ക് നോക്കി മേഘ്ന ഉറപ്പിച്ചു പറഞ്ഞു. അവളുടെ കണ്ണുകളിലെ ഭയം പതുക്കെ മാറി. അവിടെ കനത്തൊരു ദൃഢനിശ്ചയം രൂപം കൊണ്ടു. അവളൊരു പുതിയ വസ്ത്രം ധരിച്ച് നെറ്റിയിലെ മുറിവിൽ പുതിയ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഹാളിലേക്ക് വന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ റയാന്റെ 10ലേറെ മിസ്ഡ് കോളുകൾ ഉണ്ടായിരുന്നു. ഒപ്പം ഒരു നീണ്ട മെസ്സേജും. മേഘ്ന, ഇന്നലെ രാത്രി എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. മദ്യം എൻ്റെ ബോധം കെടുത്തിക്കളഞ്ഞു. ഞാൻ നിന്നെ അത്രമേൽ ആഗ്രഹിക്കുന്നു. എന്നോട് ക്ഷമിക്ക്. ഞാൻ വൈകുന്നേരം നിന്നെ കാണാൻ വരുന്നുണ്ട്. മേഘ്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. അവൾക്കിനി കരയാൻ കണ്ണീരില്ലായിരുന്നു. അവൾ നേരെ പോയത് നഗരത്തിലെ ഒരു പ്രമുഖ വക്കീലിൻ്റെ ഓഫീസിലേക്കായിരുന്നു. തന്നെ കഫയിൽ വെച്ച് ദേവിനെ ആക്രമിച്ചതിനും തൻ്റെ അനുവാദമില്ലാതെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി തന്നെ ഉപദ്രവിച്ചതിനും റയാനെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ അവൾ തീരുമാനിച്ചു. വക്കീലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് തിരികെ വരുമ്പോഴാണ് അവൾ ദേവിനെ വിളിച്ചത്. ദേവ് ഇപ്പോഴും അവൻ്റെ മുറിയിൽ വിശ്രമത്തിലായിരുന്നു. മേഘന വരുന്നത് കണ്ടപ്പോൾ അവൻ അത്ഭുതത്തോടെ എഴുന്നേറ്റു. മേഘന, നീ എന്താ ഈ സമയത്ത്? നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ? ദേവ് അവളുടെ വിളറിയ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മേഘന ദേവിന് മുന്നിലിരുന്നു. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ അവൾ അവനോട് പൂർണ്ണമായി പറഞ്ഞില്ലെങ്കിലും റയാൻ തന്നെ വീണ്ടും ഉപദ്രവിച്ചുവെന്നും താൻ അവനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നും വ്യക്തമാക്കി. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും മേഘന. ആ മൃഗത്തിന് നിയമത്തിന്റെ മുന്നിൽ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. നീ ഒറ്റയ്ക്കല്ല.
ദേവയുടെ കൈകളിൽ പിടിച്ചു. ആ സ്പർശനത്തിൽ കള്ളത്തരങ്ങളില്ലായിരുന്നു. പകരമുണ്ടായിരുന്നത് ഒരു നല്ല സുഹൃത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമായിരുന്നു. അവർ സംസാരിച്ചിരിക്കെ മേഘനയുടെ ഫോൺ വീണ്ടും മുഴങ്ങി. ഇത്തവണ അത് റയാനായിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു അജ്ഞാത നമ്പറായിരുന്നു. മേഘന ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ, മേഘനയാണോ? ഞാൻ റയാൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടർ മാത്യു ആണ്. റയാൻ നിങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഒരു അടിയന്തര സാഹചര്യമായതുകൊണ്ടാണ് വിളിക്കുന്നത്. മറുപുറത്തെ ശബ്ദത്തിൽ വലിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. എന്താണ് ഡോക്ടർ? റയാൻ എന്തെങ്കിലും പറ്റിയോ? മേഘന അറിയാതെ ചോദിച്ചുപോയി. ഉള്ളിൽ വെറുപ്പാണെങ്കിലും മാസങ്ങളോളം ജീവനായി സ്നേഹിച്ച മനുഷ്യന്റെ പേര് കേട്ടപ്പോൾ അവളുടെ മനസ്സൊന്ന് പാളി. റയാൻ രാവിലെ ഒരു മേജർ സർജറി ചെയ്യുന്നതിനിടയിൽ കയ്യിലെ വിറയൽ കാരണം പേഷ്യന്റിന് വലിയൊരു മിസ്റ്റേക്ക് പറ്റി. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അവനെ സസ്പെൻഡ് ചെയ്തു. അതറിഞ്ഞതു മുതൽ അവൻ പൂർണ്ണമായി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അവൻ്റെ ക്യാബിലെ സാധനങ്ങളെല്ലാം അവൻ തല്ലി തകർത്തു. ഇപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ വണ്ടി ഓടിച്ച് പോയിരിക്കുകയാണ്. അവൻ നിങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ദയവായി സൂക്ഷിക്കണം. ഡോക്ടർ മാത്യു മുന്നറിയിപ്പ് നൽകി ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ചതും മേഘനയുടെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. റയാന്റെ കരിയർ അവന് ജീവനായിരുന്നു. അത് നഷ്ടപ്പെട്ടാൽ അവൻ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എന്താ മേഘന, ആരാ വിളിച്ചേ? ദേവ് ചോദിച്ചു. ദേവ്, റയാൻ നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. അവൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. മേഘന പരിഭ്രമത്തോടെ എഴുന്നേറ്റു. ഇല്ല മേഘന, നിന്നെ ഞാൻ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ നിന്റെ കൂടെ വരാം. ദേവ് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ദേവിനെയും കൂട്ടി മേഘന തൻ്റെ ഫ്ലാറ്റിലേക്ക് തിരികെ എത്തി. ഫ്ലാറ്റിന്റെ ലിഫ്റ്റ് കവാടം തുറന്നപ്പോൾ തന്നെ മേഘന കണ്ടത് അവളുടെ ഫ്ലാറ്റിന്റെ വാതിൽ പകുതി തുറന്നു കിടക്കുന്നതാണ്. അവളും ദേവും ഭയത്തോടെ പരസ്പരം നോക്കി. അവർ പതുക്കെ അകത്തേക്ക് നടന്നു. ഹാളിലെ ദൃശ്യം കണ്ട് മേഘന കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിച്ചു. ഹാള് മുഴുവൻ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ചുവരിലെ ചിത്രങ്ങളെല്ലാം തറയിൽ വീണ് തകർന്നിരിക്കുന്നു. സോഫയുടെ കുഷ്യനുകൾ കീറി പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ നടുവിൽ തറയിൽ ഒരു വലിയ മദ്യക്കുപ്പിയുമായി റയാൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. കണ്ണുകൾ കനൽ പോലെ ചുവന്നിരിക്കുന്നു. അവർ അകത്തേക്ക് വന്ന ശബ്ദം കേട്ട് റയാൻ പതുക്കെ തലയുയർത്തി നോക്കി. അവൻ്റെ ചുണ്ടുകളിൽ ഒരു ഭ്രാന്തൻ ചിരി വിരിഞ്ഞു. ആഹാ, വന്നോ? ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. റയാൻ പതുക്കെ എഴുന്നേറ്റു. അവന് നേരെ നടക്കാൻ പോലും കഴിയാതെ ആടുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ മേഘനയുടെ പുറകിൽ നിൽക്കുന്ന ദേവിനെ കണ്ടത്. അതോടെ അവൻ്റെ മുഖത്തെ ആ ചിരി മാറി കടുത്ത വന്യത നിറഞ്ഞു. കയ്യിലിരുന്ന മദ്യക്കുപ്പി അവൻ തറയിലേക്ക് എറിഞ്ഞുടച്ചു. നീ വീണ്ടും ഇവനെ എൻ്റെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലേടി? റയാൻ ഉറക്കെ അലറിക്കൊണ്ട് മേഘനയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. റയാൻ, നിർത്ത്. ഇതെൻ്റെ ഫ്ലാറ്റാണ്. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഞാൻ നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. മേഘന ധൈര്യം സംഭരിച്ച് ഉറക്കെ പറഞ്ഞു. കേസോ? നീ എനിക്കെതിരെ കേസ് കൊടുത്തോ? റയാൻ അട്ടഹസിച്ചു. എൻ്റെ കരിയർ ഇന്ന് തീർന്നു മേഘന. ആ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ അവർ പുറത്താക്കി. എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. നീ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ കാരണമാണ് എൻ്റെ സർജറി പരാജയപ്പെട്ടത്. എന്നെ നശിപ്പിച്ചത് നീയാണ്. അവനവളെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. റയാൻ, വിടവളെ. ദേവ് ഇടപെടാനാഞ്ഞതും റയാൻ തൻ്റെ പോക്കറ്റിൽ നിന്നും മൂർച്ചയുള്ള ഒരു സർജിക്കൽ ബ്ലേഡ് പുറത്തെടുത്തു. അവനത് ദേവിന് നേരെ വീശി. ദേവിൻ്റെ കൈത്തണ്ടയിൽ വലിയൊരു മുറിവുണ്ടാക്കി. ചോര തെറിച്ചു തുടങ്ങി. ദേവ് വേദനയോടെ പുറകോട്ട് മാറി. ദേവ്! മേഘന ഉറക്കെ നിലവിളിച്ചു. ഇന്ന് നമ്മൾ 3 പേരും ഇവിടെ തീരും മേഘന. എനിക്ക് കിട്ടാത്ത നിന്നെ ഇനി ആർക്കും കിട്ടേണ്ട. റയാൻ പൂർണ്ണമായും ഭ്രാന്തമായ അവസ്ഥയിൽ ബ്ലേഡുമായി മേഘനയ്ക്ക് നേരെ അടുത്തു. അവൻ്റെ കണ്ണുകളിൽ മരണത്തിൻ്റെ നിഴലായിരുന്നു. മേഘന പുറകോട്ട് മാറി. അവളുടെ പുറം ചുവരിൽ മുട്ടി. ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. റയാൻ അവളെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അവൻ ആ മൂർച്ചയുള്ള ബ്ലേഡ് അവളെ കഴുത്തിന് നേരെ ഉയർത്തി. ആ നിർണായക നിമിഷത്തിൽ മേഘയുടെ മനസ്സിലേക്ക് പഴയ ഭീരുവായ പെൺകുട്ടിയല്ല കടന്നു വന്നത്.
ജീവിക്കാനുള്ള കടുത്ത ആഗ്രഹമായിരുന്നു. അവൾ തറയിൽ വീണ് കിടന്നിരുന്ന കനത്ത തടിയുടെ ഒരു ഫ്ലവർ വൈസ് കയ്യിലെടുത്തു. റയാൻ ബ്ലേഡ് താഴ്ത്തുന്നതിന് തൊട്ടു മുമ്പ് മേഘന തൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ്റെ തലയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. കനത്തൊരു ശബ്ദത്തോടെ ആ ഫ്ലവർ വൈസ് റയാൻ്റെ തലയിൽ പതിച്ചു. റയാൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അവൻ്റെ നെറ്റിയിലൂടെ ചോര ഒലിച്ചിറങ്ങി. അവൻ്റെ കയ്യിലെ ബ്ലേഡ് തറയിലേക്ക് വീണു. അവൻ പതുക്കെ തറയിലേക്ക് ബോധരഹിതനായി വീണു. ഫ്ലാറ്റിനുള്ളിൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദത പടർന്നു. മേഘന കയ്യിലെ ഫ്ലവർ വേസ് താഴെയിട്ട് ദീർഘമായി ശ്വാസമെടുത്തു. അവൾ വിറയ്ക്കുന്ന കൈയോടെ ദേവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ മുറിവ് കെട്ടാൻ ശ്രമിച്ചു. തുടർന്ന് അവൾ പോലീസിനെ വിളിക്കാൻ ഫോണെടുത്തു. റയാൻ്റെ ഭ്രാന്തമായ പ്രണയത്തിൻ്റെ അധ്യായം അവിടെ അവസാനിക്കുകയായിരുന്നു. ഒപ്പം മേഘനയുടെ ജീവിതത്തിലെ പുതിയൊരു അതിജീവനത്തിൻ്റെ തുടക്കവും. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 4ാമത്തെ പാർട്ടാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം. അതുപോലെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്